ഏറ്റവും അവസാനമായി ഈ ജാമിയ നൂരിയുടെ സന്തതികളുമായി തന്നെയും ഞങ്ങൾ വാദപ്രതിവാദം നടത്തി. മംഗലാപുരത്ത് വെച്ചിട്ട് മുജീബ് ഫൈസിയും അതേപോലെ MT ദാരിമിയും അടക്കമുള്ള ആളുകളുമായി മംഗലാപുരത്ത് വെച്ച് ഇതേ വിഷയത്തിൽ വാദപ്രതിവാദമുണ്ടായി. ആ വാദപ്രതിവാദത്തിന് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ, സൃഷ്ടാവാണെന്ന വിശ്വാസമില്ലെങ്കിൽ ആരോട് തേടിയാലും ശിർക്കല്ല എന്ന. സൃഷ്ടാവാണെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ശിർക്ക് വരൂ, ആ വിശ്വാസമില്ലേ ആരോട് തേടിയാലും ശിർക്ക് വരുന്ന പ്രശ്നമില്ല. അപ്പൊ ഞങ്ങളൊന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരാൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടുന്നുവെന്ന് സങ്കല്പിക്കുക. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിക്കണേ ശൈഖേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് ഒരാൾ തേടിയാൽ സട്ടാവാണെന്ന വിശ്വാസമില്ല, ഇലാഹാണെന്ന വിശ്വാസമില്ല, മുഹീദ്ദീൻ ശൈഖാണ് എന്ന വിശ്വാസമേയുള്ളൂ. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നൊരാൾ തേടി വേറൊരാള് ആമീൻ എന്ന് ആമീനും ചൊല്ലി എങ്കിൽ ശിർക്ക് വരുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. എന്താ മറുപടിയോ? ശിർക്ക് വരൂല. ശിർക്ക് വരൂല. ആ ചോദ്യം നിങ്ങൾ കേൾക്കുക, ശേഷം ഇൻഷാ അല്ലാഹ് ഉത്തരം ഞാൻ കേൾപ്പിക്കാം. എന്നിട്ട് ആലോചിക്കുക എവിടേക്കാണ് ഇവർ സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന്. ആ ചോദ്യം പറയട്ടെ. ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ശൈഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടൊരുത്തിന് ആമീൻ പറയുകയും ചെയ്തു സങ്കല്പിച്ചോ? നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയല്ലേ? ഇത് തേടാമോ? തേടാൻ പറ്റില്ലേ? ശിർക്കാണോ? ശിർക്കല്ലേ? അനുവദനീയമാണോ? അനുവദനീയമല്ലേ? നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. അതെ, വ്യക്തമായി ചോദിച്ചു. മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് തേടുകയും കേട്ട ഒരാൾ ആമീൻ എന്ന് പറയുകയും ചെയ്താൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും സുന്നി മുജാഹിദ് വ്യത്യാസമന്നെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും പറയും, അതെന്തായാലും പറയാൻ പറ്റൂതല്ലോ, അത് റബ്ബിനോടല്ലേ തേടാവൂ, അത് റബ്ബല്ലാത്ത തേടുകയോ, ഞങ്ങളാരാ തേടുന്നത്, ഞങ്ങളാരും മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നില്ലല്ലോ, അതൊക്കെ ശിർക്ക് തന്നെയാണ് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സാധാരണക്കാരായ മുസ്ലിമീങ്ങളും പറയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടടക്കുന്ന, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ വഴിയിൽ വളർത്തുമെന്ന് വിചാരിക്കുന്ന, സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഫൈസിമാരും ബാക്കവിമാരും ദാരിമിമാരും അടങ്ങുന്ന മുസ്ലിയാക്കന്മാരോട് ഈ ചോദ്യം ഉന്നയിച്ചപ്പോ എന്താ മറുപടി അറിയോ? MT ദാരിമി പറയട്ടെ മറുപടി, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പൊ ഖാലിഖാണ് വിശ്വാസമില്ല, മഹാത്മാവാണെന്ന വിശ്വാസമേ ഉള്ളൂ എങ്കിൽ ശിർക്കല്ല എന്ന് തറപ്പിച്ച് 3 പ്രാവശ്യം പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞ അബദ്ധാന്ന് വിചാരിക്കാം, 3 തവണ തറപ്പിച്ചു പറയുന്നു മുഹീദ്ദീൻ ശൈഖ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നൊരാൾ തേടുകയും കേട്ടു നിൽക്കുന്ന ആള് ആമീൻ എന്ന് പറയുകയും ചെയ്താൽ ശിർക്കല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇവർ സ്വർഗത്തിലേക്കാണോ സമൂഹത്തെ നയിക്കുന്നത്? വെറുതെ അല്ല അവര് ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കണ്ടെന്ന് പഠിപ്പിച്ചത്, ഖുർആൻ അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല സഹോദര. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് സമസ്തയുടെ അടിവേര്, ഇതാണ് സമസ്തയുടെ അടിസ്ഥാന ആദർശം.
അതുകൊണ്ട് തന്നെ ഇത് ശരിയല്ലെന്ന് ആര് പറഞ്ഞുവോ അവർക്കെതിരെ തിരിയുക എന്നുള്ളത് സ്വാഭാവികം അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് സമസ്തയുടെ ഔദ്യോഗിക നിലപാട്. നേരത്തെ നമ്മൾ കണ്ടു അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോ പറഞ്ഞ ഉദാഹരണം എന്താ? ഒന്ന് KSRTC, ഒന്ന് ബെൻസ് കാർ. ഇപ്പൊ കേട്ടതോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്നതടക്കം മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാലും ശിർക്ക് വരുന്നില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇനി ഏതാ ലോകത്ത് ശിർക്ക്? അത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെ ഏതാ ലോകത്ത് ശിർക്ക്? എന്തുകൊണ്ട് ഇത് ശിർക്കല്ലെന്ന് പറയേണ്ടി വന്നു? അതിനവർ കണ്ടെത്തിയ വഴിയാണ്. അവർക്കെല്ലാം അഭൗതികമായ കഴിവുണ്ട്, അവർക്കെല്ലാം മറഞ്ഞ വഴിക്ക് ഉത്തരം ചെയ്യാൻ കഴിയും, വിളി കേൾക്കാൻ കഴിയും. ലോകത്തെ എവിടെ നിന്ന് വിളിച്ചാലും വിളി അവർ കേൾക്കും, ഉത്തരം ചെയ്യും, അവർ ഓടിയെത്തും. അങ്ങനെ കുത്തുബിയത്ത് നടത്തുമ്പോ നമ്മളൊക്കെ നാടുകളിൽ ലൈറ്റ് ഓഫാക്കി പൊടി വിതറി ആ റൂമിൽ വെച്ച് കുത്തുബിയത്ത് നടത്തിയാൽ ആ റൂമിലേക്ക് മൊഹീദ്ദീൻ ശൈഖ് വരുമെന്നും പൊടിയിൽ ചവിട്ടുമെന്നും വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്. ഇപ്പൊ പൊടി വിതറാറില്ല, വിതറിയാലും ചവിട്ടാറില്ല, ചവിട്ടിയാലും ശൈഖ് ആകാറുമില്ല. അത് മറ്റൊരു വിഷയം. അടുത്ത കാലം വരെ ലൈറ്റ് ഓഫ് ആക്കുന്നു, വിളക്കൂതുന്നു, അരിപ്പൊടി വിതറുന്നു. എന്നിട്ടാണ് കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിന് ശൈഖ് ഹാജരാകുമെന്നാണ് 1000 പ്രാവശ്യം നമ്മുടെ വീടുകളിൽ വെച്ച് പള്ളികളിൽ വെച്ച് പോലും അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, റബ്ബിനൊക്കെ ഇബാദത്തെടുക്കാൻ, നമസ്കരിക്കാൻ, മറ്റു ആരാധന നിർവഹിക്കാൻ വേണ്ടി ഈ സമുദായം മണ്ണ് കൊടുത്ത്, ഭൂമി കൊടുത്ത്, പണം കൊടുത്ത് ഉണ്ടാക്കിയ ആ പള്ളിയുടെ മിഹ്റാബിൽ വെച്ചാണല്ലോ 1000 തവണ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഇറാഖിലെ ബഗ്ദാദിൽ 900 കൊല്ലം മുമ്പ് മരിച്ചു മറവിട്ടുപോയ ഒരു മഹാനായ മനുഷ്യനെ ഈ പട്ടിക്കാടങ്ങാടിയിൽ നിന്ന്, ഇവിടുത്തെ പള്ളിയിൽ നിന്ന്, ഇവിടുത്തെ വീടുകളിൽ നിന്ന് വിളിച്ചു കൂവിയത് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് കൊണ്ടായിരുന്നില്ലേ? സാധാരണക്കാർക്കറിയുമോ ഇതിന്റെ വസ്തുത എന്താണ് എന്ന്? ഉസ്താദുമാര് പറഞ്ഞു അതിന് വിരോധമില്ല എന്ന്. അത് ആത്മാർത്ഥമായി വിശ്വസിച്ചു, ശരിയാണെന്ന് വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു അവരൊക്കെ അത് നിർവഹിച്ചു. 1000 പ്രാവശ്യം മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ നമ്മുടെ വീട്ടിൽ വെച്ച് വിളിച്ചാൽ ആ മുഹീദ്ദീൻ ശൈഖ് 900 കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറപ്പെട്ട മുഹീദ്ദീൻ ശൈഖ്, അദ്ദേഹം ഇറാഖിൽ നിന്ന് ഈ വിളി കേൾക്കുമെന്നും നമ്മെ അറിയുമെന്നും നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്നും നമ്മുടെ റൂമിൽ പ്രത്യക്ഷപ്പെടുമെന്നും നമ്മുടെ പ്രശ്നം തീർക്കുമെന്നുമല്ലേ ഇവര് പഠിപ്പിച്ചു വെച്ചത്?